പ്രേക്ഷകരോടോ നമ്മളിപ്പോൾ ആദ്യത്തെ ഷോ കണ്ട് ഇറങ്ങുകയാണ്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴാണ് കോൾസൊക്കെ വന്നത്. ഫസ്റ്റ് ഹാഫ് വളരെ മനോഹരമായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് പലവരും വിളിക്കണം. ഇതുവരെ വളരെ പോസിറ്റീവ് റെസ്പോൺസാണ്. വളരെ സന്തോഷം. എല്ലാവരും കാണുക. അത് തീർച്ചയായിട്ടും സ്ക്രീനിൽ ജനങ്ങളുടെ റിയാക്ഷൻ വരുമ്പോൾ അറിയാൻ പറ്റും. നല്ല പോസിറ്റീവ് റെസ്പോൺസാണ്. സന്തോഷം. ഇപ്പം ഫാമിലി ഓഡിയൻസിൻ്റെ ഇപ്പം എല്ലാം ബിഹേവിങ് ആയിട്ട് മാറുകയല്ലേ. അതിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ശരിക്കും ഒരു റോം കോം കുറേ കാലത്തിന് ശേഷം നല്ല രസമായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്. നരേന അതിഗംഭീരമായിട്ടുണ്ട്. ഭയങ്കര സന്തോഷം ശരിക്കും. ഞാൻ പാതി കണ്ടുള്ളൂ, എന്തായാലും ലാസ്റ്റ് കൊള്ളാം. മീര ജാസ്മിൻ മാഡത്തിൻ്റെ ഗംഭീര തിരിച്ചുവരവാണ്. അച്ചുവിൻ്റെ അമ്മയ്ക്ക് ശേഷം മികച്ച അഭിനയം കാഴ്ചവെച്ച സിനിമയാണ് മകൾ എന്ന സിനിമയ്ക്ക് ശേഷം ഗംഭീര കോമഡി ഇമോഷണൽ ചേർന്ന ഒരു ഫാമിലി എൻ്റർടൈൻ എന്ന് തന്നെ പറയാം. ഓക്കെ, താങ്ക് യു. നല്ല സൂപ്പർ പടമാണ്. ഫാമിലിക്ക് പറ്റിയ പടമായിരുന്നു. പിന്നെ എല്ലാവർക്കും കാണാൻ പറ്റിയ പടമാണ്. പിന്നെ മീര ജാസ്മിനും നരയനും സൂപ്പറായിട്ട് നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. നരേൻ്റെയും മീര ജാസ്മിൻ്റെയും അവരുടെ ആ ജോഡിനെ മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അവർക്കെല്ലാവർക്കും പടം ഇഷ്ടമാവും. ഭയങ്കര സന്തോഷമല്ലോ. ഇപ്പോൾ ഈ വർഷത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നും ഇതാണ്. കാരണം നമ്മൾക്കൊരു ആസ്പയറിങ് ആക്ടർ എന്ന നിലയിൽ ഒരു ട്രെയിലറിൽ നമ്മളൊരു മുഖം വരിക, അല്ലെങ്കിൽ ട്രെയിലറിൽ ഒരു ഡയലോഗ് പറയാൻ പറ്റുക. ആ ഡയലോഗ് ട്രെയിലറിൽ വൺ ഓഫ് ദ ഐക്കോണിക് ഒരു പോയിൻ്റ് ആവുക, ഒരു പിവട്ടൽ പോയിൻ്റ് ആവുക. അപ്പോൾ അങ്ങനത്തെ അതൊക്കെ സംഭവിച്ചത്. ഇപ്പോൾ നമ്മളൊരു ഡയലോഗ് പറയുന്ന സമയത്ത് ട്രെയിലറിൽ വരുന്നൊന്നും നമുക്ക് പ്രതീക്ഷയില്ല. അത് ട്രെയിലറിൽ വരുമോ അത് നമുക്ക് അറിയത്തില്ല. പക്ഷേ ട്രെയിലർ വന്ന സമയത്ത് അതിനകത്ത് നമ്മുടെ ഡയലോഗ് വരുന്നു. കാരണം അതിൽ കൗണ്ടർ പറയുന്ന ഒരുപാട് പേരുണ്ട്. സിനിമയ്ക്കകത്ത് കൗണ്ടർ നോക്കിക്കഴിഞ്ഞാൽ രമേശ് ചേട്ടൻ്റെ കൗണ്ടറുണ്ട്, ജോണി ആൻ്റണി സാറിൻ്റെ കൗണ്ടറുണ്ട്, അതുപോലെ VKP സാറിൻ്റെ കൗണ്ടർ, ഇതിൻ്റെയൊക്കെ കൗണ്ടേഴ്സ് ഉണ്ട്, ജൂഡ് സാറിൻ്റെ. ഇതിൻ്റെയൊക്കെ കൗണ്ടേഴ്സിനുപരി എൻ്റെ കൗണ്ടർ യൂസ് ചെയ്തവർ ഞാൻ ഫെമിലിയർ ഫേസ് അല്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ പപ്പേട്ടനോട് ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ സംഭവം നടന്നതിൽ. പിന്നെ ആ ഡയലോഗ് ആക്ച്വലി സ്ക്രിപ്റ്റിനകത്ത് ഉണ്ടായിരുന്നില്ല. ആ ഒരു ഹിന്ദി ഡയലോഗ് അത് കൂടെ അഭിനയിക്കുന്ന ശ്രുതിയുടെ കോൺട്രിബ്യൂഷനാണ്. ശ്രുതി അപ്പുറത്ത് നിന്ന് തമാശയ്ക്ക് പറഞ്ഞാണ്. അത് ആ സമയത്ത് നാക്കിൻ്റെ തുമ്പത്ത് വന്നു, അത് ട്രെയിലറിൽ യൂസ് ചെയ്ത് ഹാപ്പിയാണ്. മൊത്തത്തിൽ ട്രോളിൽ വന്നതിൽ സന്തോഷം അത്രയായിരുന്നു. താങ്ക് യു. ക്യൂൻ എലിസബത്ത് ഭയങ്കര രസമായിരുന്നു. ഞാൻ ചിരിച്ചു വരുന്ന കണ്ടപ്പോൾ മനസ്സിലായില്ല, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന്. അപ്പോൾ ക്യൂൻ എലിസബത്ത് ഈ പ്രാവശ്യം ന്യൂ ഇയർ കൊണ്ടുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല രസമുള്ളൊരു പടമായിരുന്നു. പിന്നെ നമ്മൾ കുറേ ക്രൈമും ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സൊക്കെ അല്ലേ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണേ. ആ ഒരു ജോണർ മാറി ഭയങ്കര സന്തോഷം സമാധാനമായിട്ട്. നിങ്ങൾ പടം കണ്ടിരുന്നോ? കാണും കേട്ടോ. അടുത്ത ഷോ നന്നായിട്ട് നമുക്കൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. ഈ പടം കണ്ടിറങ്ങുമ്പോൾ നമുക്ക് നല്ല സന്തോഷമൊക്കെ ഫീൽ ചെയ്യും. അങ്ങനെ എന്തായാലും ഫാമിലിക്ക് വന്നിരുന്ന് എല്ലാവരെയും കൂടെ ഇരുന്നൊക്കെ കാണാൻ പറ്റുന്ന ഒരു കുഴപ്പമില്ലാത്ത ഒരു പപ്പേട്ടൻ്റെ പടം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. തിരിച്ചു വരാ പുള്ളിക്കാർ തിരിച്ചു വരവ് എന്ന് പറയേണ്ടി വന്നത് ഭയങ്കര വിഷമമുള്ള കാര്യം. അത്രയും നല്ലൊരു ആക്ട്രസ് ആയിരുന്നില്ലേ. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് വന്നു, നമുക്ക് നഷ്ടപ്പെട്ടു പോയതായിരുന്നു. പക്ഷെ അത് തിരിച്ചു വന്നാണ് എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഞാൻ പുള്ളിക്കാരൻ്റെ ഒരു ഫാനാണ്. അപ്പോൾ ആ ഒരു പഴയ ആ ഒരു വൈബിലാണ് പുള്ളിക്കാർ തിരിച്ചു വന്നത്. ഭയങ്കര സന്തോഷമുണ്ട് കണ്ടപ്പം. ലാസ്റ്റ് വരെ നമ്മൾ അങ്ങനെ വൈബിൽ കൊണ്ടുപോയി ചിരിപ്പിച്ചു. ചിലപ്പോൾ ഒരു ഇമോഷണലി ഒരു സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറി ഓരോ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്തു. എന്തായാലും ഇഷ്ടപ്പെട്ടു. എല്ലാവരും കൈയടിച്ചിട്ടാണ് തിയേറ്ററിൽ നിന്ന് പോയത്. സന്തോഷം. താങ്ക് യു. നരേനെ കാസ്റ്റ് ചെയ്തത് മീര നരേൻ എന്ന് പറയുന്നൊരു കോംബോ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു കോംബോ ആണ്. ഒരുപാട് സിനിമകളിൽ അവർ ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്. അത് അച്ചുവിൻ്റെ അമ്മയായാലും മിന്നാമിന്നിക്കുട്ടായാലും ഒരേ കടലായാലും അവർ ഒരുപാട് സിനിമകൾ അങ്ങനെ 4-5 സിനിമ ഉണ്ട് അവർ ചെയ്തത്. അത് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കോംബോ ആണ്. മലയാളത്തിൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒരു കോംബോ ആണ്. ഒരു പ്രേക്ഷകൻ നില എനിക്കിഷ്ടപ്പെട്ടൊരു കോംബോ ആണ്. അതുകൊണ്ടാണ് അവരെ തിരിച്ചുകൊണ്ടുവരാൻ തീരുമാനിച്ചത്. ഞാൻ ഓഡിയൻസിൻ്റെ കൂടെ കണ്ടിട്ടില്ല. ഓഡിയൻസിൻ്റെ കൂടെ കാണാനിരിക്കുന്നേ ഉള്ളൂ. ഞാൻ ആദ്യം ഓഡിയൻസിൻ്റെ അഭിപ്രായം അറിഞ്ഞിട്ട് എന്നിട്ട് അടുത്ത ഷോ വരെ കൂടെ കഴിഞ്ഞ് കാണും. ഓക്കെ. ക്യൂൻ എലിസബത്ത് എന്ന ചിത്രം തീർച്ചയായിട്ടും N. പത്മകുമാറിൻ്റെ നല്ലൊരു ഫാമിലി ചിത്രമാണ്. ഇതിലെടുത്ത് പറയാവുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ നരയൻ, അതേപോലെ തന്നെ നമ്മുടെ മീര ജാസ്മിൻ്റെയും ഒരു നല്ലൊരു അതിശക്തമായിട്ടുള്ള തിരിച്ചുവരവ് എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും കുടുംബ പ്രേക്ഷകർക്ക് ഏറ്റെടുക്കാവുന്ന ഒരുപാട് ഘടകങ്ങളുള്ളൊരു നല്ലൊരു ഫാമിലി ചിത്രമാണ്. ഈ ഒരു അവധിക്കാലം തീർച്ചയായിട്ടും കുടുംബമൊത്ത് ആഘോഷിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഫാമിലി ചിത്രമാണ് ക്യൂൻ എലിസബത്ത്. ഓൾമോസ്റ്റ് ആൾക്കാർ കണ്ടു. നേര് കണ്ടവർ ഈ സിനിമ കണ്ടാൽ മതി. നേര് കാണാത്തവർ വേണമെങ്കിൽ ആദ്യം നേര് കണ്ടിട്ട്
ക്യൂൻ എലിസബത്ത് കണ്ടാൽ മതി. എന്തായാലും നല്ല സിനിമകൾ പ്രേക്ഷകർ സ്വീകരിക്കും. ഇതെന്തായാലും ഒരു നല്ല സിനിമയാണ്. അതുകൊണ്ട് തന്നെ അതിനർഹിക്കുന്ന ഒരു ഇമ്പോർട്ടൻസും അതിനർഹിക്കുന്ന ഒരു പ്രാധാന്യവും പ്രേക്ഷകർ കൊടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ നിന്ന് കിട്ടും, അവിടെ കൊണ്ടുപോയി കാണിക്കുക.